സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ആദ്യമായി തന്നെ നമുക്ക് മാനന്തവാടിയിൽ നിന്ന് ആരംഭിക്കാം. മാനന്തവാടിയിലെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥികൾ: UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ, LDF സ്ഥാനാർത്ഥി OR കേളു, NDA സ്ഥാനാർത്ഥി ശ്യാംരാജ്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു എത്തിനോട്ടത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അന്ന് LDF സ്ഥാനാർത്ഥിയായ OR കേളു 47% വോട്ട് വിഹിതം ലഭിച്ച് ഇവിടെ ഒന്നാം സ്ഥാനത്തെത്തി. രണ്ടാം സ്ഥാനത്തെത്തിയത് UDFിലെ ജയലക്ഷ്മി, മൂന്നാം സ്ഥാനത്ത് NDAയിലെ P മുകുന്ദൻ. നിലവിലത്തെ സാഹചര്യത്തിൽ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഘടകങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. UDFിനെ സംബന്ധിച്ചിടത്തോളം അനുകൂല പ്രതികരണങ്ങൾ, ജനങ്ങളുടെ ഇടയിലുള്ള അനുകൂല പ്രതികരണങ്ങൾ പ്രതികൂല പ്രതികരണങ്ങളെ കഴിഞ്ഞും അല്പം മുമ്പിലാണ്. LDFിനെ സംബന്ധിച്ച് പ്രതികൂല പ്രതികരണങ്ങൾ അനുകൂല പ്രതികരണങ്ങളെ കഴിഞ്ഞും കൂടുതലാണ്. NDAയെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഏകദേശം തത്തുല്യമായി നിലനിൽക്കുകയാണ്. മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങൾ. ഈ ഓരോ ഘടകത്തിലും ഏത് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിൽ അവിടുത്തെ വോട്ടർമാർ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് LDFിനാണ്, രണ്ടാം സ്ഥാനം UDFിന്. യുവജന പിന്തുണയിൽ UDF ഒന്നാം സ്ഥാനത്താണ്, LDF രണ്ടാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിലും അതേ ട്രെൻഡ് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ നേതൃപാടവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 2 ഘടകങ്ങളിലും LDF ഒന്നാം സ്ഥാനത്താണ്, UDF ഇവിടെ രണ്ടാം സ്ഥാനത്താണ്. ഈ 2 ഘടകങ്ങളിലും നിലവിലുള്ള മാനന്തവാടിയിലെ സാഹചര്യങ്ങളെയെല്ലാം സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനന്തവാടിയിൽ ജയിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. UDF സ്ഥാനാർത്ഥിക്ക് 46.87% വോട്ട് വീതം ലഭിച്ച് ഒന്നാം സ്ഥാനത്ത് വരുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ഉഷ വിജയൻ. രണ്ടാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് 44% വോട്ടുകൾ ലഭിക്കുന്നു. NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 10% വോട്ടുകളാണ് ലഭിക്കുവാൻ പോകുന്നത്. ഇനി നമുക്ക് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകാം. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ, NDA സ്ഥാനാർത്ഥി BJPയിലെ കവിത AS. 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ IC ബാലകൃഷ്ണൻ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ്. ഏകദേശം 48.8% വോട്ട് വീതമാണ് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത്. MS വിശ്വനാഥന് 42%, NDA സ്ഥാനാർത്ഥിയായിരുന്ന CK ജാനുവിന് ഏകദേശം 9% വോട്ടുമാണ് ലഭിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UDFിന് അനുകൂല പ്രതികരണങ്ങൾ മുമ്പിലാണ്. LDFിനെയും NDAയെയും സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏകദേശം തത്തുല്യമായി തന്നെ നിലനിൽക്കുകയാണ്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ ഓരോ പാർട്ടിയും എവിടെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും ഒന്നാം സ്ഥാനം LDFിനും രണ്ടാം സ്ഥാനം NDAയ്ക്കുമാണ്. എന്നാൽ വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 3 ഘടകങ്ങളിലും UDF ഒന്നാം സ്ഥാനത്താണ്, രണ്ടാം സ്ഥാനം LDFിന്. ഈ ഘടകങ്ങളെയെല്ലാം കൂട്ടിയിണക്കി സെമിയോട്ടിക്ക AI കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മണ്ഡലത്തിൽ ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായ IC ബാലകൃഷ്ണൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുവാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 50% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 38%. BJP നില ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 9% നിന്ന് ഏകദേശം 12%-ലേക്ക് NDA സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.